ED നമുക്കറിയാം. ED എന്തിനു വേണ്ടിയാണ്? രാഷ്ട്രീയ പ്രതിയോഗികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ED കേന്ദ്ര സർക്കാർ ഉപയോഗപ്പെടുത്തിയത്. ആ ED തന്നെ ഇന്ന് വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥയാണ്. ചെങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ്. വളരെ വ്യക്തമല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസി, കേന്ദ്ര ഭരണ സംവിധാനം അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എതിരാളികളെ പ്രയാസപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഏജൻസി, അവരുടെ കയ്യിലെ ഒരു കളിപ്പാവയായിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു ഏജൻസി. ആ ഏജൻസി അവർക്ക് ലഭിച്ചിട്ടുള്ള ഈ സ്വാതന്ത്ര്യം അവർ മിസ്യൂസ് ചെയ്യുന്നു, അത് പണസമാഹരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ആ കേസ് വളരെ ഗൗരവമുള്ളതാണ്. അതിൽ ഉചിതമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്തിയിരിക്കുന്നതാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ. ഈ ഓപ്പറേഷൻ സിന്ദൂറിലെ അത് വിദേശ സംഘ പ്രതിനിധികൾ അയക്കുന്നതിൽ കോൺഗ്രസ് ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ദേശീയ നേതൃത്വമാണ് അത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കേണ്ടത്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ദേശീയ കാര്യങ്ങൾ ചർച്ച ചെയ്യും. പൊതുവെ വ്യക്തികൾ എന്നതിനപ്പുറം അല്ലെങ്കിൽ തരത്തിൽ കോൺഗ്രസിലൊരു ഭിന്നതയ്ക്ക് വേണ്ടി BJP തന്ത്രങ്ങൾ പയറ്റുന്നു അല്ല, ദേശീയ നേതൃത്വം അത് സംബന്ധിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള പ്രതികരണങ്ങൾ എല്ലാ അവസരത്തിലും അത് നടത്തിയിട്ടുണ്ട്. അതിനെ ഞങ്ങൾ നിലനിൽക്കുന്നു. വനം വകുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. അത് പലയിടത്തും പ്രശ്നങ്ങൾ അതുപോലെ നിൽക്കുകയാണ്. അതൊരു പക്ഷേ അത് തുടങ്ങിയത് ഈ വിഷയം കേരള സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഞങ്ങളാണ്. UDF ആണ്, പ്രതിപക്ഷമാണ്. പ്രതിപക്ഷ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്ന മലയോര യാത്രയിൽ ഉയർത്തിയ വികാരമുണ്ട്. ഞാൻ നിയമസഭയിൽ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2 അടിയന്തര പ്രമേയങ്ങൾ ഞാൻ കൊണ്ടുപോയി. ഒരു അടിയന്തര പ്രമേയം സിദ്ദിഖും ഒരു അടിയന്തര പ്രമേയം മാത്യു കോളനാടനും കൊണ്ടുപോയി. സർക്കാരിന് ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി തീർക്കാനുള്ള എന്തെങ്കിലും ഒരു മനസ്സുണ്ടെങ്കിൽ ആ പ്രമേയം ചർച്ചയ്ക്കെടുക്കണം. അടിയന്തര പ്രമേയം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നിയമസഭ നിർത്തിവെക്കുക എന്ന് പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ അതിന് സമയം കണ്ടെത്തിയാൽ മതി. 2 മണിക്കൂർ ചർച്ചയ്ക്ക് നിയമസഭയിൽ ഞങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 4 വട്ടം ആവശ്യപ്പെട്ടിട്ട് ഗവൺമെൻറ് അത് അനുവദിച്ചിട്ടില്ല. മുഖ്യമന്ത്രി യോഗം വിളിക്കണം. ഇതിൻ്റെ ഗൗരവം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഞങ്ങൾക്ക് ഫലപ്രദമായിട്ട് മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്ക് തന്നെ പല കത്തുകൾ കൊടുത്തു. ഇപ്പം ഭരണകക്ഷി MLA മാർ അൻവർ പറഞ്ഞത് പോട്ടെ, ഇപ്പോൾ കോന്നി MLA അതേ വഴിക്ക് തന്നെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഗവൺമെൻറ് ആ കാര്യത്തിൽ തികഞ്ഞ പരാജയമാണ്.